നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചുള്ള നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യവുമായി ഹിന്ദു ഐക്യവേദി. മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതിന് പിന്നാലെ കോതമംഗലത്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം ഒറ്റപ്പെട്ടതല്ലെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറഞ്ഞു. ലവ് ജിഹാദ് നിയമം മൂലം നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് കോതമംഗലത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ട ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതം മാറാൻ കാമുകനും കുടുംബവും നിർബന്ധിച്ചതിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത കോതമംഗലത്തെ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടും ലവ് ജിഹാദ് നിയമം മൂലം നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹിന്ദു ഐക്യവേദി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ഉപവാസ സമരം സംഘടിപ്പിച്ചത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ ദേവചൈതന്യാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഉദ്ഘാടനം ചെയ്തു. ചില സംഘടനകൾ മതം മാറ്റൽ ലക്ഷ്യമാക്കി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. കോതമംഗലത്തെ പെൺകുട്ടിയുടെ മരണത്തിൽ ഇത്തരം സംഘടനകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കണം. പ്രതിയായ റമീസിനും കുടുംബത്തിനും പെൺകുട്ടിയെ മതം മാറ്റുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിൽ സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നിർബന്ധിത മതപരിവർത്തനം തടയാൻ നിയമനിർമ്മാണം നടത്തണമെന്നും RV ബാബു ആവശ്യപ്പെട്ടു. റമീസിന് അപ്പോൾ തന്നെ സോന എൽദോസ് മതം മാറണം. അതിനുവേണ്ടി എന്തു വേണം? അതിനുവേണ്ടി സോന എൽദോസിനെ മതം മാറ്റ കേന്ദ്രത്തിൽ കൊണ്ടുപോയാക്കണം. എവിടെയാണത്? മതം മാറ്റ കേന്ദ്രം ഔദ്യോഗികമായി രണ്ടെണ്ണമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. ഒന്ന് പൊന്നാനിയിലും മറ്റൊന്ന് കോഴിക്കോട് തൊരീക്കത്തും. പൊന്നാനിയിലെ മൗനത്തുൽ ഇസ്ലാം മദ്രസ, മറ്റൊന്ന് കോഴിക്കോട് തൊരീക്കത്ത് സെന്റർ. ഈ രണ്ടെണ്ണമാണ് മുസ്ലിങ്ങൾക്ക് മതം മാറ്റ കേന്ദ്രമായിട്ട് സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത്. ബാക്കി എവിടെയും മതം മാറ്റാൻ പാടില്ല. അപ്പോ യഥാർത്ഥത്തിൽ റമീസിന്റെ ഉദ്ദേശം വിവാഹമായിരുന്നോ മതമാറ്റമായിരുന്നോ? ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ഒരു സഹോദരി കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ ആത്മഹത്യക്ക് വിധേയമാകുന്നു. നമ്മുടെ നാട്ടിലെ ഒരു സഹോദരി ആത്മഹത്യക്ക് വിധേയമാകുമ്പോൾ, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് എറിയപ്പെടുമ്പോൾ, ആ ആത്മഹത്യക്ക് കാരണം പ്രണയനൈരാശ്യമല്ല. ആ ആത്മഹത്യക്ക് കാരണം മതം മാറ്റമാണ്, മതം മാറാനുള്ള നിർബന്ധമാണ്. അത് മതം മാറുന്ന ആ നിർബന്ധിതമായ മതം മാറ്റം, അതിനുവേണ്ടിയുള്ള പരിശ്രമം സോനയ്ക്ക് നേരെ നടക്കുന്നു. സോനയെ പറഞ്ഞു പറ്റിച്ച് വിളിച്ചു വരുത്തുന്നു വീട്ടിലേക്ക്. എവിടേക്ക്? പാനായിക്കുളത്ത്. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, മത തീവ്രവാദികളുടെ കേന്ദ്രമെന്നറിയപ്പെടുന്ന, ഇസ്ലാമിക ജിഹാദികളുടെ കേന്ദ്രമെന്നറിയപ്പെടുന്ന മത തീവ്രവാദികളുടെ യോഗം നടന്നതിന്റെ പേരിൽ പാനായിക്കുളത്ത് സിമിയുടെ യോഗം നടന്നു എന്ന ആക്ഷേപം വർഷങ്ങൾക്ക് മുമ്പ് ഉയർന്നു വന്നതാണ്. ആ യോഗത്തിൽ പങ്കെടുത്തവരാണ് പിന്നീട് വാഗമൺ സിമി ക്യാമ്പിൽ പങ്കെടുത്തത്. അവരാണ് ബാംഗ്ലൂരും ചെന്നൈയിലും ബോംബ് സ്ഫോടനങ്ങൾ സംഘടിപ്പിച്ചത്. അങ്ങനെയുള്ള മത തീവ്രവാദികളുടെ കേന്ദ്രത്തിലാണ് റമീസ് താമസിക്കുന്നത്. കോതമംഗലം ലവ് ജിഹാദ് കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും പ്രതികളായ റമീസിനും കുടുംബത്തിനുമെതിരെ നിർബന്ധിത മതപരിവർത്തനത്തിനുൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്താൻ പോലീസ് വിമുഖത കാണിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് PC ബാബു അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു. ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ഉദ്ഘാടനം ചെയ്യും. ജനം, ഇടുക്കി.